വിശ്വാസികളെ, പരിശുദ്ധനായ ലൂക്കോസ് ഏവങ്കലിസ്ത എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ രണ്ട് മഹത്തായ ആത്മീയ പാഠങ്ങൾ നമുക്ക് ലഭിക്കുകയുണ്ട്. പരീശനും ചുങ്കക്കാരനും സംബന്ധിച്ച ഉപമ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവ്. ഈ രണ്ട് സംഭവങ്ങളും ഒരേ സത്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നു. ദൈവരാജ്യം സ്വന്തമാക്കുന്നത് വിനയമുള്ള ഹൃദയത്തിലൂടെ ആണ് എന്ന 3 ചിന്തകൾ നിങ്ങളുമായി ഈ വേദഭാഗത്തിൽ നിന്ന് പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 1. പരീശനും ചുങ്കക്കാരനും. പ്രാർത്ഥനയുടെ യഥാർത്ഥ ആത്മാവ്. പരീശൻ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചു. ഞാൻ മറ്റുള്ളവരെ പോലെയല്ല. അവൻ തൻ്റെ നന്മകളെ എണ്ണി പറഞ്ഞു. പക്ഷെ ചുങ്കക്കാരൻ ദൂരെ നിന്ന് നെഞ്ചു തട്ടി പറഞ്ഞു, ദൈവമേ, പാപിയായ എന്നോട് കരുണ കാണിക്കണമേ. കർത്താവ് ഇപ്രകാരം പറയുന്നുണ്ട്, ഇവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങിപ്പോയെന്ന്. പൗരസ്ത്യ സഭയുടെ പ്രാർത്ഥനകളിൽ നാം പലപ്പോഴും പറയുന്നു, പാപികളുടെ തലവൻ ഞാൻ തന്നെയെന്ന്. ഇത് ചുങ്കക്കാരൻ്റെ ഒരു മനോഭാവമാണ്. പരിശുദ്ധനായ സെൻറ്റ് ജോൺ ക്രിസോസ്റ്റം പറയുന്നുണ്ട്, പരീശൻ തൻ്റെ പ്രവൃത്തികളെ അവതരിപ്പിച്ചു, ചുങ്കക്കാരൻ തൻ്റെ മുറിവുകളെ തുറന്നു. മുറിവുകളിൽ തുറന്നവനെ ദൈവം സുഖപ്പെടുത്തുന്നുവെന്ന്. വിനയം ദൈവകൃപയെ ആകർഷിക്കുന്നു, അഹങ്കാരം അതിനെ തടയുന്നു. 2-ാമത്തെ ചിന്ത എന്നുള്ളത് നീതീകരണം, കൃപയുടെ ദാനം. ചുങ്കക്കാരൻ ചെയ്ത നന്മകളെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. അവൻ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചു. പൗരസ്ത്യ വിശ്വാസത്തിൽ രക്ഷ മനുഷ്യൻ്റെ സ്വയപ്രജ്ഞ മാത്രമല്ല, അത് ദൈവകൃപയും മനുഷ്യൻ്റെ വിനയവും ചേർന്ന ഫലമാണ്. പരിശുദ്ധനായ അലക്സാണ്ട്രിയയിലെ സിറിൽ ഇപ്രകാരം എഴുതുന്നുണ്ട്, വിനയം ആത്മാവിനെ ശുദ്ധമാക്കുന്ന വാതിൽപ്പടികളാണ്, അതിലൂടെ കൃപ പ്രവേശിക്കുന്നു എന്ന്. 3-ാമത്തെ ചിന്ത എന്നുള്ളത് കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച കർത്താവ്. അടുത്തതായി കുഞ്ഞുങ്ങളെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നതായി കാണാൻ സാധിക്കുന്നു. ശിഷ്യന്മാർ അവരെ തടഞ്ഞു. യേശു പക്ഷേ അവരോട് പറഞ്ഞത്, കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിപ്പീൻ, ദൈവരാജ്യം ഇവരുടേതുപോലെ ഉള്ളവർക്കാണ് എന്നാണ്. കുഞ്ഞ് എന്നത് ലാളിത്യവും ആശ്രയവും നിർമ്മലതയും സൂചിപ്പിക്കുന്നു. വലിയ മാർ ബസേലിയോസ് പറയുന്നുണ്ട്, കുഞ്ഞിൻ്റെ ഹൃദയം കപടതയില്ലാത്തതാണ്. ദൈവത്തെ സ്വീകരിക്കാൻ അതുപോലെയുള്ള സുതാര്യത വേണമെന്ന്. പരീശൻ്റെ ഹൃദയം അഹങ്കാരത്തിൽ നിറഞ്ഞിരുന്നു. കുഞ്ഞിൻ്റെ ഹൃദയം വിശ്വാസത്തിൽ നിറഞ്ഞിരുന്നു. 4 ഉൾക്കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ കുമ്പസാരം. ചുങ്കക്കാരൻ്റെ മനോഭാവത്തിൽ പാപസമ്മതം ലഭിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധ കുമ്പസാരം എന്ന കൂദാശയിൽ നമുക്ക് പങ്കുചേരാം. യേശുവിൻ്റെ പ്രാർത്ഥന, കർത്താവെ കരുണ കാണിക്കണമേ എന്ന വിനയാന്വിതം പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധ്യമാണ്. കുർബാനയിലെ പങ്കാളിത്തം, കൃപയുടെ അനുഭവം, ക്രിസ്തുവിൻ്റെ തിരുശരീരക്തങ്ങൾ സ്വായത്തമാക്കുന്നതിൽ കൂടി നമുക്ക് സാധ്യമായി തീരണം. ലളിതമായ ജീവിതം, കപടതയില്ലാതെ ഹൃദയത്തെ വളർത്തുവാൻ നമുക്ക് സാധ്യമായി തീരണം. സമൂഹത്തിൽ നാം ആരുമല്ല, ദൈവത്തിൻ്റെ ഹിതമാണ് എന്നെ നടത്തുന്നത് എന്നുള്ള ഒരു ബോധ്യം, മറിച്ച് ഞാനാണ് എന്തും എന്നുള്ള ചിന്തയിൽ നിന്ന് മാറി സുതാര്യമാവുന്ന ജീവിതം നയിക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ വലിയ വിജ്ഞാനമോ സമ്പത്തോ വേണ്ട. വിനയമുള്ള ഹൃദയം മാത്രം മതി. നാം ചുങ്കക്കാരനെ പോലെ നമുക്ക് ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കാം. ദൈവമേ, പാപിയായ എന്നോട് കരുണ കാണിക്കണമേ. കുഞ്ഞുങ്ങളെപ്പോലെ വിശ്വാസത്തോടെ യേശുവിൻ്റെ അടുക്കൽ വരാം. അപ്പോൾ നാം നീതീകരിക്കപ്പെട്ടവനായി അനുഗ്രഹിക്കപ്പെട്ടവരായി നമുക്ക് ജീവിക്കുവാൻ